ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. നമ്മളങ്ങനെ നാഷണൽ പാർക്കിന്റെ അകത്തേക്ക് കയറാണ്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ഈ കാണുന്ന ആളുകളെല്ലാം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഈ കമ്പ്യൂട്ടറിലാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് വരുന്നത്. ഒരു ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ മുന്നോട്ടേക്ക് നടക്കാണ്. താഴത്തു നിന്നും കുറച്ചു ദൂരം ബസ്സിൽ യാത്ര ചെയ്താണ് നമ്മൾ മല കയറുന്നത്. അങ്ങനെ മല കയറുന്നതിന് വേണ്ടി ബസ് കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വലിയ ക്യൂ ആണ്. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ബസ്സിൽ കയറി യാത്ര ചെയ്യും. ബസ് ഇങ്ങനെ താഴേക്കും മുകളിലേക്കും ഇങ്ങനെ ഓടിയും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം അരമണിക്കൂർ ക്യൂ നിന്ന ശേഷം നമുക്ക് പോകാനുള്ള ബസ് എത്തി. അങ്ങനെ ബസ്സിൽ കയറി യാത്ര തുടരാണ്. ഈ ബസ്സിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വേണം മലയുടെ മുകളിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ബസ്സിന്റെ ഇരുവശത്തായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെയാണ് ഈ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ് യാത്ര ശരിക്കും ഒരു അനുഭവമാണ്. കാരണം നമ്മൾ ഈ ബസ്സിലൂടെ യാത്ര ചെയ്ത് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിലൂടെ പോകുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ നല്ല മനോഹരമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ബസ് ഒരു ഹെയർ പിൻ തിരിയാൻ പോവാണ്. ഒരുപാട് ഹെയർ പിന്നുകൾ കയറിയാണ് നമ്മുടെ ബസ് പോകുന്നത്. മുകളിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്നതുകൊണ്ട് താഴെ നിന്നും പോയ ബസ് റിവേഴ്സ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ റിവേഴ്സ് എടുത്ത് ഒരു ഹെയർ പിന്നാണ് അവിടെ വരുന്നത്. അങ്ങനെ റിവേഴ്സ് എടുത്ത് സൈഡ് ഒതുക്കി മുകളിലത്തെ ബസ്സിനെ താഴേക്ക് വിട്ട് താഴെ നിന്നും പോയ ബസ് മുകളിലേക്ക് കയറി പോവാണ്. പിന്നെ ഇപ്പൊ നമ്മളിരിക്കുന്ന ബസ്സും അങ്ങനെ മുന്നോട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഹെയർ പിൻ ആയതുകൊണ്ട് ആ മുകളിൽ നിന്ന് ഇറങ്ങിയ ബസ് താഴേക്ക് ഇറങ്ങാതെ ആ ബസ് ഇപ്പൊ സൈഡ് ഒതുക്കി നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഹെയർ പിന്ന് വളഞ്ഞ് നമ്മുടെ ബസ് മുകളിലേക്ക് കയറി പോവാണ്. ആ ബസ് കയറിപ്പോയതിനു ശേഷം ഇനി മുകളിൽ നിന്നുള്ള ബസ്സിന് ആ ഹെയർ പിൻ എടുത്ത് വരാൻ പറ്റുള്ളൂ. ഹെയർ പിന്ന് ഒരുപാട് ഹെയർ പിന്നുകൾ കയറിയാണ് ഈ രാജമല നമ്മൾ കയറി മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി ഇവിടെ നിന്ന് നമ്മൾ നടന്നു വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പൊ ബസ് ഇറങ്ങുന്നിടത്തായിട്ട് ഒരു ടീ ഷോപ്പും സ്നാക്സും ചായയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. അതിനടുത്തായിട്ട് തന്നെ സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്നും പറഞ്ഞ് ഒരു ചെറിയൊരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഹിസ്റ്ററിയും അവിടെയുള്ള മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വംശനാശം നേരിടുന്ന മൃഗങ്ങളെല്ലാം കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോസും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ബസ് ഇവിടം വരെ വരികയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇറങ്ങി ഇവിടെ നിന്ന് നടന്നു വേണം പോകാനായിട്ട്. അങ്ങനെ നടന്നു കയറുന്നതിന്റെ എൻട്രി നമ്മൾ കയറി ഇവിടുന്ന് നമ്മൾ ഇനി കുറച്ചു ദൂരം നടന്നു വേണം നമ്മുടെ മുകളിലേക്ക് എത്താൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു ഏകദേശം ദൂരമാണ് ഞാൻ പറഞ്ഞത്. വേറെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ എൻട്രൻസിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ള സ്നാക്സോ കാര്യങ്ങളോ ഒന്നും കയ്യിലെടുക്കാൻ പാടില്ല. അവിടെ ചെക്കിംഗ് ഉണ്ട്. ഇതൊന്നും പുറത്തെടുക്കാൻ പാടില്ല. നമ്മുടെ ബാഗിലും കൊണ്ടുപോകാൻ പാടില്ല. അതാണ് അവിടുത്തെ നിയമം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക് സന്ദർശിക്കാനുള്ള സമയം. അപ്പോൾ ആ ടൈം കണക്കാക്കി വേണം ഇവിടേക്ക് വരുന്നവർ വരാനായിട്ട്. മൂന്നാറിൽ നിന്നും മറയൂർ പോകുന്ന റൂട്ട് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെക്കാളും മുന്നേ നടന്നു പോയവര് മുകളിലായിട്ട് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അവിടെ നിന്നും കുറച്ച് ദൂരം കൂടി നടന്നു വേണം നമ്മുടെ ഈ ട്രക്കിങ്ങിന്റെ എൻഡ് പോയിന്റിൽ എത്താനായിട്ട്. അങ്ങനെ പോകുന്ന വഴിയിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വരയാടുകളെ കുറിച്ചാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്.
ആ മുകളിലായിട്ട് കാണുന്നത് ആനമുടിയാണ്. ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് ഈ മല കയറുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വലിയ തണുപ്പെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്കൊരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ നടന്നു പോകുന്ന സൈഡിലായിട്ട് കാണുന്ന മലനിരകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് താഴെ കയറി വന്ന വഴിയാണ്. നമ്മളിങ്ങനെ നടന്ന് മല കയറുമ്പോൾ നമുക്ക് ഒരുപാട് വരയാടുകളെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ബസ്സിൽ വന്നപ്പോഴും ഒരു വരയാട് നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇതാണ് വരയാട്. ഈ വരയാടിന്റെ അടുത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് ഈ വരയാടിനെ തൊടാൻ പാടില്ല. ഈ വരയാടിനെ തൊടുന്നതോ അതിനെ തലോടുന്നതോ ആരെങ്കിലും, അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടയ്ക്കാനുള്ള അത്രയും വലിയ തെറ്റാണ് അതിനെ തൊടുക എന്ന് പറയുന്നത്. ഈ ഇരവികുളം നാഷണൽ പാർക്ക് നിലവിൽ വന്നത് തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഈ വരയാടുകളെയും അതുപോലെ മറ്റു മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മല കയറുന്ന സമയത്ത് ഇതുപോലുള്ള വരയാടുകളെയും ഇതിന്റെ കുഞ്ഞുങ്ങളെയും ചെറിയ വരയാടുകളൊക്കെ നമ്മൾ കാണും. ഒരു കാരണവശാലും ആ വരയാടുകളെ തൊടരുത്. അതിനെ നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു വരയാട് ചെരിഞ്ഞു നിൽക്കുന്ന മലയുടെ സൈഡിലൂടെ നടന്നു പോകുന്നതാണ് കണ്ടത്. ശരിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ആ മലയ്ക്ക് അത്രയും വലിയ ചെരിവുണ്ട്. പക്ഷെ ആ വരയാട് സുഖമായിട്ടാണ് നടന്നു പോകുന്നത്. ഒരുപാട് പേര് ആ മലയിലൂടെ വരയാട് നടക്കുന്നതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ നാഷണൽ പാർക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം മുമ്പ് കണ്ണന്തേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനിയുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1895 ഇവിടം ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തിന്റെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമാക്കി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. നമ്മൾ നടന്നു പോകുന്നതിന്റെ വശത്തായിട്ട് ഇരുന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് നമുക്ക് വിശ്രമിച്ച ശേഷം യാത്ര തുടരാവുന്നതാണ്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ചെറിയൊരു പൈപ്പിലൂടെ വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിലൂടെ പോകുന്ന ആളുകൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വഴി രണ്ടായിട്ട് തിരിയുന്നത് കണ്ടു. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കണ്ട വഴിയിലൂടെ മുന്നോട്ട് നടന്നു. കുറെ ചൂരലും കൊണ്ട് ഒരു ആർച്ചൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ നടന്ന് കുറച്ച് മുന്നിലേക്ക് എത്തിക്കണ്ടപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു മരത്തിന്റെ താഴെയായിട്ട് ചൂരലും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇരിപ്പിടമാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ കയറിയ വഴി വളഞ്ഞു തിരിഞ്ഞെത്തുന്നത് നമ്മൾ ആദ്യം നടന്ന ആ റോട്ടിലേക്ക് തന്നെയാണ്. അവിടെ നിന്നിട്ടുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് കാണാനായിട്ട്. അങ്ങനെ നടന്ന് തിരിച്ച് ആ പഴയ റോട്ടിലേക്ക് തന്നെ എത്തി. അങ്ങനെ മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിന്റെ എൻഡ് പോയിന്റിൽ എത്തി. നമുക്ക് ഇവിടം വരെ വരാനേ സാധിക്കുള്ളൂ. ഇവിടെ വന്നിരുന്ന് നമുക്ക് വിശ്രമിക്കാം. അതുപോലെ തന്നെ കാഴ്ചകളെല്ലാം കാണാം. ഇവിടം വരെയാണ് യാത്രക്കാർക്ക് വരാനുള്ള അനുവാദമുള്ളൂ. ആ മുകളിലായിട്ട് കാണുന്നത് ആനമുടിയാണ്. ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്താൽ ആനമുടിയുടെ മുകളിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ യാത്രക്കാർക്ക് ഇവിടം വരെ എത്താൻ സാധിക്കുള്ളൂ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററാണ് ഇതിന്റെ ഉയരം. നമ്മുടെ നാഷണൽ പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ മലയാണ് നമ്മൾ മുകളിൽ കാണുന്നത്. പക്ഷെ നമുക്ക് ഇവിടം വരെ യാത്ര ചെയ്യാനേ സാധിക്കൂ. നടന്ന് ഈ മല കയറാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ വണ്ടി ഇവിടെ ഉള്ളത്. 5 പേർക്ക് ഇറങ്ങുന്ന സീറ്റുള്ള വണ്ടിയാണ്. 800 രൂപയാണ് റേറ്റ് വരുന്നത്. അതിപ്പോൾ ഒരാൾ കയറിയാലും 5 ആൾ കയറിയാലും 800 രൂപ തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് നടന്ന് മല കയറാൻ പറ്റാത്തവർക്ക് ഈ ടിക്കറ്റ് എടുത്ത് താഴെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാവുന്നതാണ്. നീലക്കുറിഞ്ഞി ഗാർഡനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മളീ കാണുന്നത് നീലക്കുറിഞ്ഞിയാണ്. പക്ഷെ 12 വർഷത്തിലൊരിക്കൽ ഇത് പൂക്കൂ. ആ സമയത്ത് ഇവിടെ വരുന്നവർക്ക് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേര് ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഇരിപ്പിടത്തിന്റെ അകത്ത് കയറിയില്ല.
തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കുള്ള കാഴ്ച വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു നടന്ന് മലയിറങ്ങി ബസ് കയറുന്ന സ്ഥലത്തെത്തി. അങ്ങനെ എക്സിറ്റ് കവാടത്തിലൂടെ പുറത്തേക്ക് കിടക്കാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്തായിട്ട് കണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കടയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടേക്ക് ഒന്ന് കയറി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചന്ദന കഷ്ണത്തിനൊക്കെ നല്ല വിലയാണ്. ചന്ദനമാണ് കാണുന്നത്. ഇരിക്കുന്ന ഒരു ചെറിയ ചന്ദന കഷ്ണത്തിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 2000 രൂപയാണ്. അവിടെ 1 ഗ്രാം ചന്ദനം വിൽക്കുന്നത് 25 രൂപയ്ക്കാണ്. 100 ഗ്രാം തൂക്കം വരുന്ന ചന്ദനത്തിന്റെ കഷ്ണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ തിരിച്ച് താഴോട്ട് വരുന്നതിന് വേണ്ടി ബസ് കയറാൻ വേണ്ടി ക്യൂവിൽ വന്ന് നിന്നു. പെട്ടെന്ന് തന്നെ അവിടെ ചെറിയൊരു തണുപ്പും കോടയും വന്നു തുടങ്ങി. ആ ക്യൂവിൽ നിൽക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾക്ക് അപ്പുറത്തെ കാഴ്ചകൾ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് കോട വന്നത്. നമ്മളങ്ങനെ ബസ്സിന്റെ അകത്ത് കയറി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവാണ്. നമ്മൾ നോക്കി പുറത്ത് നോക്കി നമുക്ക് കാഴ്ചകൾ പോലും കാണാൻ പറ്റാത്ത അത്രയും രീതിയിലാണ് കോട വന്നിരിക്കുന്നത്. അങ്ങനെ താഴ്ത്തുന്ന ഒരു ബസ് കയറി വരാണ്. ആ ബസ്സിന് സൈഡ് കൊടുത്തുകൊണ്ട് നമ്മൾ താഴേക്കുള്ള ഹെയർ പിൻ ഇറങ്ങി താഴേക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാറിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും എങ്ങനെയാണെങ്കിലും മൂന്നാറിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ പാർക്ക് വിസിറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്കിതൊരു നല്ലൊരു അനുഭവമായിരിക്കും ഈ പാർക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ബസ് തിരിച്ച് നമ്മൾ ബസ് കയറി അതേ സ്ഥലത്ത് തന്നെ എത്താറായി. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വ്ലോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ലോഗ്സ്. താങ്ക് യു.